ഹലോ, വെൽക്കം ടു പെപ്പ് ലേണിംഗ്. കേരളത്തിലെ പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റികളൊന്നായ കേരള യൂണിവേഴ്സിറ്റിയിൽ വിവിധ PG ഡിപ്പാർട്ട്മെൻറ്റുകളിലേക്ക് അവരുടെ PG കോഴ്സുകൾക്കുള്ള അപേക്ഷ ക്ഷണിച്ചിരിക്കുകയാണ്. നമുക്കറിയാം, കേരള യൂണിവേഴ്സിറ്റി കേരളത്തിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സർവകലാശാലകളിലൊന്നാണ്. വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്ന യൂണിവേഴ്സിറ്റിയാണ്. രണ്ട് സ്വഭാവത്തിലുള്ള അഡ്മിഷനുകൾക്ക് അവിടെ കാണാൻ സാധിക്കും. ഒന്ന്, കേരള യൂണിവേഴ്സിറ്റിക്ക് കീഴിൽ വരുന്ന അഫിലിയേറ്റഡ് ആയിട്ടുള്ള കോളേജുകളിലേക്കുള്ള അഡ്മിഷനാണ്. ആ അഡ്മിഷൻ അല്ല ഇപ്പോൾ വിളിച്ചിട്ടുള്ളത്. കേരള യൂണിവേഴ്സിറ്റി ക്യാമ്പസിലേക്ക് അവരുടെ ഡിപ്പാർട്ട്മെൻറ്റുകളിലേക്ക് നടക്കുന്ന എൻട്രൻസ് അടിസ്ഥാനത്തിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള അഡ്മിഷനാണ് ഇപ്പോൾ വിളിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്കറിയാം, നിങ്ങൾക്ക് കേരള യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റ് kerala.university.ac.in എന്നുള്ളതാണ്. അതിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അഡ്മിഷനുമായി ബന്ധപ്പെട്ടുള്ള ഡീറ്റെയിൽസ് ഇവിടെ നോട്ടിഫിക്കേഷൻസ് വരുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും. പ്രധാനമായിട്ടും PG അഡ്മിഷനുമായി ബന്ധപ്പെട്ടുള്ള ഡീറ്റെയിൽസൊക്കെ ഇവിടെ നോട്ടിഫിക്കേഷൻ സ്റ്റാറ്റസിൽ ഇങ്ങനെ വരുന്നതായിരിക്കും. ആ സമയത്ത് നിങ്ങൾക്ക് അതിലേക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ, ഇവിടെ ക്ലിക്ക് ചെയ്ത് തരുന്ന സമയത്ത് നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു ഇൻ്റർഫേസ് ആണ് കാണാൻ സാധിക്കുക. അതിൽ UG, PG, PGCSS എന്നുള്ളത് കാണാം. അഡ്മിഷൻ ടു പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി പ്രോഗ്രാംസ് ഇൻ ദ ടീച്ചിങ് ഡിപ്പാർട്ട്മെൻറ്റ്സ് ഓഫ് യൂണിവേഴ്സിറ്റി ഓഫ് കേരള. അപ്പോൾ PG എന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് അഫിലിയേറ്റഡ് കോളേജുകളിലേക്കുള്ളതാണ്. PGCSS എന്നുള്ളത് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ കാണാം, ഓൺലൈൻ അഡ്മിഷൻ 2024-25 ഫോർ PG പ്രോഗ്രാംസ് ഇൻ യൂണിവേഴ്സിറ്റി ഡിപ്പാർട്ട്മെൻറ്റ്സ് ഹാസ് സ്റ്റാർട്ടഡ് എന്നുള്ളത് കാണാം. അവിടെ നിങ്ങൾക്ക് പ്രോഗ്രാംസ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഏതൊക്കെയാണ് PG പ്രോഗ്രാംസ് എന്നുള്ളത് കാണാം. അതിൻ്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ കാണാം, ടോട്ടൽ സീറ്റ്സ് കാണാം. അങ്ങനെ ഓരോരോ കോഴ്സുകൾ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ വേണ്ടി സാധിക്കും. നമ്മളിതിൻ്റെ പ്രോസ്പെറസ് ആണ് പ്രധാനമായിട്ടും പരിശോധിക്കുന്നത്. എന്തൊക്കെയാണുള്ളതെന്ന് നോക്കാം. പ്രോസ്പെറസിൽ കൃത്യമായ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. 2024-25 അക്കാദമി വർഷത്തേക്കുള്ള പ്രോസ്പെറസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് അതുമായി ബന്ധപ്പെട്ടുള്ള ഡീറ്റെയിൽസ് കാണാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഇതിൽ പ്രധാനമായിട്ടും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡേറ്റുകൾ ഏതാണ് വരുന്നത് എന്നുള്ളത് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. ലാസ്റ്റ് ഡേറ്റ് ഫോർ ഓൺലൈൻ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് 30/4/2024 ലാസ്റ്റ് ഡേറ്റ് ആയിട്ട് വരുന്നത്. എൻട്രൻസ് എക്സാമിനേഷൻ നടക്കുന്നത് 18/5/2024 മുതൽ 24/5/2024 വരെയാണ് എൻട്രൻസ് എക്സാമിനേഷൻ്റെ തീയതികൾ എന്ന് പറയുന്നത്. അത് ഒരുപക്ഷെ ചിലപ്പോൾ അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കൊക്കെ ആവാനുള്ള സാധ്യത ഉണ്ട്. എന്നിരുന്നാൽ പോലും ഇപ്പോൾ വന്നിട്ടുള്ള നോട്ടിഫിക്കേഷൻ പ്രകാരം 30/4, അതായത് ഏപ്രിൽ 30 വരെ നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാനുള്ള സമയമുണ്ട്. അതിനുശേഷം നിങ്ങളുടെ എൻട്രൻസ് എക്സാമിനേഷൻ്റെ ഡേറ്റ് വന്നിട്ടുണ്ട്. റാങ്ക് ലിസ്റ്റ് 14/6/2024 റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുക. അഡ്മിഷൻ 1/7/2024 അഡ്മിഷൻ തുടങ്ങും. ക്ലാസുകൾ 10/7/2024 ക്ലാസുകൾ ആരംഭിക്കുന്ന സ്വഭാവത്തിലാണ് ഇപ്പോൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ടുള്ള ഡീറ്റെയിൽസ് 30/8/2024 അഡ്മിഷൻ ക്ലോസ് ചെയ്യുന്നതായിട്ട് കാണാം. അപ്പോൾ കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു യൂണിവേഴ്സിറ്റി എന്നുള്ള നിലക്ക് വ്യത്യസ്തമായിട്ടുള്ള ഡിപ്പാർട്ട്മെൻറ്റുകളും കോഴ്സുകളും പ്രൊവൈഡ് ചെയ്യുന്ന യൂണിവേഴ്സിറ്റിയാണ് കേരള യൂണിവേഴ്സിറ്റി. അതുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് ഒക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. ഓരോരോ ഡിപ്പാർട്ട്മെൻറ്റുകളിലേക്കും കോഴ്സുകളെ കുറിച്ചൊന്നും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. നിങ്ങൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഓൺലൈൻ രജിസ്ട്രേഷനാണ്. കാൻഡിഡേറ്റ് ഷുഡ് ടേക്ക് എ പ്രിൻ്റ് ഔട്ട് ഓഫ് ദി സെയിം ആൻഡ് കീപ്പ് ഇറ്റ് with himself or herself. Do not send hard copies or print out of online application to the university. The hard copy of the online application with supporting documents should be kept by the candidate and has been submitted at the time of admission. അപ്പോൾ അഡ്മിഷൻ്റെ സമയത്ത് സബ്മിറ്റ് ചെയ്താൽ മതി. നിങ്ങൾ ഒരിക്കലും ഹാർഡ് കോപ്പി യൂണിവേഴ്സിറ്റിയിലേക്ക് അയക്കേണ്ടതില്ല എന്നുള്ളത് കൃത്യമായിട്ട് പറയുന്നുണ്ട്. ദെൻ അതുമായി ബന്ധപ്പെട്ടുള്ള ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ എവിടേക്കാണ് എക്സാം സെൻറ്റർ വരുന്നത് എന്നുള്ളത് കൊടുത്തിട്ടുണ്ട്. ട്രിവാൻഡ്രം, എറണാകുളം, മൂന്നാർ ആൻഡ് കോഴിക്കോട്, ഇങ്ങനെ 4 എക്സാം സെൻറ്ററുകളാണ് കേരളത്തിലുള്ളത്. കേരളത്തിൽ 3 ഓപ്ഷണൽ സെൻറ്റേഴ്സ് ഓഫ് എക്സാമിനേഷൻ ഔട്ട്സൈഡ് സ്റ്റേറ്റ് വൈസ് ചെന്നൈ, ബംഗളൂരു ആൻഡ് ഡൽഹി. സബ്ജക്ട് ടു അവൈലബിലിറ്റി ഓഫ് കാൻഡിഡേറ്റിന് അവൈലബിലിറ്റി അനുസരിച്ച് ഉണ്ടാവും എന്നുള്ളതും പറയുന്നുണ്ട്. ദെൻ കോഴ്സുകളും അതിൻ്റെ ഡ്യൂറേഷനും സംഗതികളെക്കുറിച്ചൊക്കെ വിശദമായി സംസാരിക്കുന്നുണ്ട്. ഇതിൻ്റെ റിസർവേഷൻ കാര്യം 50% റിസർവേഷൻ മെറിറ്റ് ആണ്. പിന്നെ SC/BC കാറ്റഗറി 20% റിസർവേഷൻ, EWS 10% റിസർവേഷൻ, SC/ST 15/5 എന്നുള്ള സ്വഭാവത്തിലുള്ള റിസർവേഷൻ കാറ്റഗറിയും കൊടുത്തായിട്ട് നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും. ദെൻ ഇതുമായി ബന്ധപ്പെട്ട് അപേക്ഷ സമർപ്പിക്കുന്ന സമയത്ത് അതിലുള്ള എലിജിബിലിറ്റി ക്രൈറ്റീരിയ, അതിലുള്ള ഗൈഡ് ലൈൻസ് സംഗതികളൊക്കെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. എത്രയാണ് അപേക്ഷ സമർപ്പിക്കുന്ന സമയത്ത് അതിൻ്റെ ഓരോ കാറ്റഗറിയിലും, ഇപ്പോൾ സ്പോർട്സ് കോട്ടയൊക്കെ ആകുമ്പോൾ സമയത്ത് എങ്ങനെയാണ് നിങ്ങൾക്ക്
അതുമായി ബന്ധപ്പെട്ടുള്ള യോഗ്യത ഉള്ളത് തുടങ്ങിയിട്ടൊക്കെയുള്ള ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ MA കോഴ്സുകളിൽ MA ഇംഗ്ലീഷ്, MA ഇംഗ്ലീഷ് ലാംഗ്വേജ് ലിറ്ററേച്ചർ, MA ഹിന്ദി ലാംഗ്വേജ് ലിറ്ററേച്ചർ ഉണ്ട്, MA മലയാളം വരുന്നുണ്ട്, MA മലയാള സാഹിത്യം വരുന്നുണ്ട്, MA അറബിക് ലാംഗ്വേജ് ഉണ്ട്, സാൻസ്ക്രിത് ഉണ്ട്, അതുപോലെ തന്നെ റഷ്യൻ, ജർമ്മൻ, MA ഫിലോസഫി എന്ന് പറഞ്ഞിട്ടുള്ള MA കോഴ്സുകളുണ്ട്, MA ഹിസ്റ്ററി, MA സോഷ്യോളജി, അതുപോലെ തന്നെ MA എക്കണോമിക്സ്. അങ്ങനെ ഓരോ കോഴ്സിനെ സംബന്ധിച്ചിടത്തോളവും വ്യത്യസ്തമായിട്ടുള്ള സ്പെഷ്യലൈസേഷൻ. ഇപ്പോൾ സോഷ്യോളജി ഒക്കെ എടുക്കുകയാണെങ്കിൽ 25% വിൽ ബി റിസർവ്ഡ് ഫോർ നോൺ സോഷ്യോളജി സബ്ജക്ട് ദാറ്റ് ഇൻക്ലൂഡ് സയൻസ് ആസ് വെൽ ആസ് നോൺ സയൻസ്. അങ്ങനെ സയൻസും നോൺ സയൻസും ആയിട്ടുള്ള സബ്ജക്റ്റുകൾക്ക് റിസർവ് ചെയ്തുകൊണ്ടുള്ള കോഴ്സുകളൊക്കെ ഉണ്ട്. അങ്ങനെ ഓരോ കോഴ്സുകളെ സംബന്ധിച്ചിടത്തോളം MA കോഴ്സുകൾ, MSc കോഴ്സുകൾ, സ്പെഷ്യലൈസ്ഡ് കോഴ്സുകളൊക്കെ കാണാം. ഇപ്പോൾ കമ്പ്യൂട്ടർ റിലേറ്റഡ് ആയിട്ടുള്ള കുറേ കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. മെഷീൻ ലേണിംഗ് സ്പെഷ്യലൈസ് ചെയ്തുകൊണ്ടുള്ള MSc കമ്പ്യൂട്ടർ സയൻസ്, MSc കമ്പ്യൂട്ടർ സയൻസ് വിത്ത് സ്പെഷ്യലൈസേഷൻ ഇൻ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, AI പുതിയ കാലഘട്ടത്തിൽ പ്രധാനപ്പെട്ട കോഴ്സുകളൊന്നാണ്. അങ്ങനെയൊക്കെയുള്ള കോഴ്സുകൾ, ആക്ച്വറിയൽ സയൻസ്, സ്പേസ് ഫിസിക്സ്, അതുപോലെ തന്നെ റിന്യൂവബിൾ എനർജി സ്പെഷ്യലൈസേഷൻസ്, അങ്ങനെയൊക്കെയുള്ള കോഴ്സുകൾ നിങ്ങൾക്ക് കേരള യൂണിവേഴ്സിറ്റിയിൽ കാണാൻ വേണ്ടി സാധിക്കും എന്നതാണ്. അതുപോലെ തന്നെ MSc ഇലക്ട്രോണിക്സ്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, കൊമേഴ്സിൽ തന്നെ ഒരുപാട് സ്പെഷ്യലൈസേഷൻസ്, ബ്ലൂ എക്കോണമി ആൻഡ് മറിടൈം ലോ എന്ന് പറഞ്ഞിട്ടുള്ള കേരള യൂണിവേഴ്സിറ്റിയാണ് കേരളത്തിൽ അത്തരം സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അത് മാരിടൈം ലോ സ്പെഷ്യലൈസ് ചെയ്തുകൊണ്ടുള്ള കൊമേഴ്സ് കോഴ്സാണ്. അങ്ങനെയുള്ള കോഴ്സുകളുണ്ട്. MSWയിൽ സോഷ്യൽ വർക്ക്, അത് ഇത്തരം കോഴ്സ്, മാസ് കമ്മ്യൂണിക്കേഷൻ, ജേർണലിസം, ലൈബ്രറി സയൻസ് തുടങ്ങിയിട്ടൊക്കെയുള്ള കോഴ്സ്, MED, LLM തുടങ്ങിയിട്ടൊക്കെയുള്ള കോഴ്സുകളുണ്ട്. MBA പ്രോഗ്രാം അഡ്മിഷൻ പ്രത്യേകമായിട്ടുള്ള നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. അത് KMAT, CMAT, CAT സ്കോറിനെ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും MBA അഡ്മിഷൻ തുടങ്ങിയിട്ടൊക്കെയുള്ള ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. ഈ പറയുന്ന പോലെ ഗ്രേഡ് പോയിന്റ് റിലാക്സേഷൻ കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. രജിസ്ട്രേഷൻ്റെ ഫീസ് എന്ന് പറയുന്നത് ജനറൽ കാറ്റഗറിക്ക് 750 രൂപയും SC/ST കാറ്റഗറിക്ക് 500 രൂപയും മറ്റ് അഡീഷണൽ സബ്ജക്ട് നിങ്ങൾ കൊടുക്കുകയാണെങ്കിൽ ജനറൽ കാറ്റഗറിക്ക് 105 രൂപയും അതുപോലെ തന്നെ SC/ST കാറ്റഗറിക്ക് 55 രൂപയുമാണ് അഡീഷണലി ഫീസായിട്ട് വരുന്നത്. അപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുക, അതുപോലെ തന്നെ രജിസ്ട്രേഷൻ ഫീസ് അടക്കുക, അതിനുശേഷം നിങ്ങളുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുത്തതിന് ശേഷം വെബ്സൈറ്റിൽ അപ്ലിക്കേഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യുക എന്നതാണ്. എൻട്രൻസ് എക്സാമിനേഷനെ സംബന്ധിച്ചിടത്തോളം ഈ 100 മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക. ഫോർ 100 മാർക്ക് കവറിംഗ് സബ്ജക്ട് നോളജ് ആസ് ക്വാളിഫയിങ് എക്സാമിനേഷൻ ഓർ ലോജിക്കൽ ആൻഡ് ന്യൂമറിക്കൽ റീസണിംഗ് ഫോർ മാക്സിമം ഓഫ് 2 hours. കാൻഡിഡേറ്റ് ഷാൾ സെക്യൂർ എ സ്കോർ ഗ്രേറ്റർ ദാൻ 0 ഇൻ ദ എൻട്രൻസ് എക്സാമിനേഷൻ. കണ്ടപ്പോൾ 0ക്ക് മുകളിൽ എന്നുള്ളതാണ് കട്ട് ഓഫ് ആയിട്ട് പ്രധാനമായിട്ടും പറയുന്നത് എന്നതാണ്. അതിൻ്റെ ഡീറ്റെയിൽസ്, ഓൺലൈൻ അഡ്മിറ്റ് കാർഡ്, മാർക്കിംഗ് തുടങ്ങിയിട്ടൊക്കെയുള്ള പറയുന്നുണ്ട്. മാർക്കിംഗ് എന്ന് പറയുന്നത് ആൻസർ ആർ മാർക്ക് ഡിലിജിബിലി ഫോർ എക്സാമിനേഷൻ പാനൽ. ദർ ഷാൾ ബി നെഗറ്റീവ് മാർക്കിംഗ്, 0.25 നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ടാവും. അതായത് എന്താണ് 0.25% നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ടാവും എന്നുള്ള പറഞ്ഞാൽ. ഇപ്പോൾ ഒരു ചോദ്യം തെറ്റിക്കഴിഞ്ഞാൽ 4 ചോദ്യം ശരിയായാൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ 1 തെറ്റിക്കഴിഞ്ഞാൽ 1 മാർക്ക് നഷ്ടപ്പെടുന്ന സ്വഭാവത്തിലായിരിക്കും അതിൻ്റെ 4 ചോദ്യം തെറ്റിക്കഴിഞ്ഞാൽ 1 മാർക്ക് നഷ്ടപ്പെടുന്ന സ്വഭാവത്തിലായിരിക്കും ഉണ്ടാവുക എന്നുള്ള കാര്യം കൂടി കൃത്യമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഇത്രയും ഡീറ്റെയിൽസ്, ബേസിക് ആയിട്ടുള്ള ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്, കേരള യൂണിവേഴ്സിറ്റി അഡ്മിഷൻ പ്രോസസ്സ് ആരംഭിച്ചിട്ടുണ്ട്. കേരള യൂണിവേഴ്സിറ്റിയിലേക്ക് അപേക്ഷിക്കാനുള്ള അവസാന തീയതി എന്ന് പറയുന്നത് 30/4/2024 ആണ്. 18/5/2024 മുതൽ 24/5/2024 വരെ എൻട്രൻസ് എക്സാമിനേഷൻ്റെ സമയമാണ്. സോ ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ ഡീറ്റെയിൽസ് വിവരങ്ങളും അറിയാൻ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റുകളും കമൻറ്റ് ബോക്സിൽ അറിയിക്കുകയും ചെയ്യുക. All the best.